ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വർത്താനം? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കുടിക്ക് വിരുന്ന് പോയിട്ടില്ലേനോ? ആ വീഡിയോ എൻ്റെ കമൻറ്റ് ബോക്സിലുണ്ടേനി. എൻ്റെ അടുക്കളയും ആ ചായപാത്രം ഒന്നും കണ്ടിട്ടില്ലേ, കാണാതെ വീഡിയോ തുടങ്ങിയ ഒരു രസമല്ല എന്നുള്ളത്. അപ്പോൾ എനിക്കും അങ്ങനെയാണ് കേട്ടോ. ഫസ്റ്റ് ഈ ഒരു ചായ വെക്കുന്ന അവിടെ നിന്നിട്ട് വീഡിയോ കൊണ്ട് തുടങ്ങണം എന്നുള്ള അങ്ങനെ തുടങ്ങുമ്പോഴാണ് എനിക്കും ആ ഒരു വീഡിയോക്കൊരു പോസിറ്റീവ് വൈബൊക്കെ വരല് കേട്ടോ. പിന്നെ എന്നും ഒരേ രീതിയിൽ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മടുത്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പല പല ആംഗിളിലും പല രീതിയിലും ചില സമയത്ത് എൻ്റെ മൂഡിനനുസരിച്ച് ചിലപ്പോൾ ഉച്ചക്കോ 10 അങ്ങനെയൊക്കെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൂ. ഇന്നിപ്പോൾ കുറച്ചു ഹെൽത്ത് കോൺഷ്യസ് ആവാം എന്ന് വിചാരിച്ചിട്ട് ശർക്കര ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പഞ്ചസാര അങ്ങോട്ട് മെല്ലെ മെല്ലെ ഒഴിവാക്കിയാലോ എന്നൊരു തോന്നൽ. എന്നാ പിന്നെ ചായപ്പൊടിയും കൂടിയാണ് ഒഴിവാക്കിയിട്ടുള്ള ഹെൽത്ത് കോൺഷ്യസ് ആവാൻ അത്ര അങ്ങോട്ട് വലിയ താല്പര്യമായിട്ട് ആയി വന്നിട്ടുമില്ല. അപ്പൊ ഒന്ന് ശർക്കര ചായ കുടിക്കാം നമുക്ക്. നാളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇന്ന് തന്നെ തയ്യാറാക്കി വെക്കണം കേട്ടോ. ഇന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അധികം അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ഓരോരോ പാത്രങ്ങൾ, ഓരോരോ കുപ്പികൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബാക്കി ഉള്ളതൊക്കെ അതേപോലെ ഓരോ ബോട്ടിലുകളിലും അങ്ങനെ ഇങ്ങനെ ഇരിക്കാനും. അപ്പം ഞാൻ ഈ ഉഴുന്ന് കൊണ്ടുവരുന്ന ഉഴുന്നൊക്കെ കുറച്ച് ഞാൻ ബാക്കി എടുത്ത് കിട്ടുമോ, അങ്ങനെ എടുത്തേച്ച് ഇപ്പോൾ ഒരു 3-4 കവറിലുള്ള കുറച്ച് ബാക്കിയായതുകളുണ്ട് കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചട്നി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിക്കൊക്കെ ഞാനിങ്ങനെ ഉഴുന്ന് പൊട്ടിച്ച് ചേർക്കലുണ്ട്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ. അപ്പം അങ്ങനെ ഇതാക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറേശ്ശെ എടുത്തേക്കണതാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ദോശമാവ് അരച്ചെടുക്കാനുള്ളതൊക്കെ രാവിലെ തന്നെ വെള്ളത്തിലിടുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് മറക്കും. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇതാക്കണേ കേട്ടോ. ഇതിപ്പോൾ കുറേ ദിവസമായി ഉണ്ടാക്കണം വിചാരിച്ചു. രാവിലെയാണ് അല്ലെങ്കിൽ വൈകുന്നേരം അരക്കണ സമയമാകുമ്പോഴാണ് അരി വെള്ളത്തിലിട്ടില്ലല്ലോ രാവിലെ എന്നോർക്കൽ. അപ്പോൾ ഞാനത് കേക്കി കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ വെള്ളത്തിൽ വെച്ചിരിക്കണം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വക ഉണ്ടാക്കാൻ. ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അമൃതം പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. ഇവിടെ അമൃതം പൊടി കൊണ്ട് പുട്ടുണ്ടാക്കണ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കായാലും കുഞ്ഞുട്ടിക്കായാലും എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കഴിഞ്ഞപ്പോൾ തേങ്ങ അല്ലെങ്കിലും അങ്ങനെ വെറുതെ ഉണ്ടാക്കിയാലും ഇവിടെ എല്ലാവരും കഴിച്ചോളൂ കേട്ടോ. അത് കിട്ടുന്നത് ജനമോന് കുറുക്കുണ്ടാക്കി കൊടുക്കാനാണെങ്കിലും ജനമോന് കുറുക്കൊന്നും ഉണ്ടാക്കിയാലേ കഴിക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും എന്താ ഉണ്ടാക്കണത് അന്നാ ഓനത് കഴിക്കും. എല്ലാവരും കുറുക്കുന്നാണെങ്കിൽ ഓനും തിന്നോളും, അല്ലാതെ ഓനൊറ്റക്കായിട്ട് ഓന് കുറുക്കൊന്നും കഴിക്കൂല കേട്ടാ. മുമ്പ് ഞാനൊരു ദിവസമേ തേങ്ങ അല്ലാതെ പുട്ടുണ്ടാക്കിയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടേനു അവല് ഇട്ടിട്ട് തേങ്ങക്ക് പകരം അവല് ചേർത്തിട്ട് ഉണ്ടാക്കാം. പിന്നെ വേറെ എന്തോ ഒരു സാധനം പറഞ്ഞു കേട്ടോ. അവല് ചേർത്തിട്ട് ഞാനും ട്രൈ ചെയ്ത് നോക്കലുണ്ട് പുട്ടിന്, തേങ്ങൻ്റെ പകരം അവല് ചേർത്തിട്ട്. പിന്നെ അതല്ലാതെ വേറെ എന്തോ ഒരു സാധനം ആരോ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടേനി, എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല അതെന്താണാവോ. അപ്പോൾ ഏതായാലും ഞാൻ പുട്ടിനുള്ള ഇതൊക്കെ അടുപ്പത്ത് വെച്ചിക്കണേ. അതിക്ക് പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പഴം ഉണ്ട്, അതും കൂട്ടി കഴിക്കാം. അപ്പം ഞാൻ വല്ല പ്രകൃതി രമണിയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. നമ്മളെ മാങ്ങാമൂച്ചില്ലേ മാവ്, നമ്മളിവിടെ മാങ്ങാമൂച്ചി എന്ന് പറയും കേട്ടോ. അപ്പം അത് ഇതാ ഇപ്രാവശ്യം പൂവിട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പൂവിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പൂവൊക്കെ കരിഞ്ഞുണങ്ങി അങ്ങനെ നമ്മളെ പറ്റിച്ച് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം മാത്രമാണ് ഇതിമ്മ മാങ്ങ ഉണ്ടായിരിക്കണത് കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് അന്ന് ഇതിമ്മ കുറച്ചധികം മാങ്ങയൊക്കെ ഉണ്ടായി. അന്ന് ഒരു പച്ചമാങ്ങനോടും പുളിനോടൊക്കെ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടം പോലെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം ഇനി എന്താണാവോ. അപ്പം ഏതായാലും മാങ്ങ ഉണ്ടായാൽ നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തിന്നാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവും. എന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മുടെ പുട്ടിനാവി വന്നിക്കണ്. കാക്കകളെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട് രാവിലെ തന്നെ. ഭയങ്കര ഒച്ചമൊളി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ രണ്ടാമത്തെ കുറ്റി
പുട്ടും കൂടി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇന്ന് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ ക്യാരറ്റ് ഉപ്പേരിയ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇനി കുറച്ച് ദിവസം ക്യാരറ്റ് മയേക്കാരം. ക്യാരറ്റ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക്. അപ്പം ഇന്ന് ഓൽക്ക് ക്യാരറ്റ് ഉപ്പേരി മതി പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇവിടെ ജനുമോന് ഇന്ന് ഉണർന്നിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ഇപ്പച്ചീൻ്റെ അടുത്ത് കിടന്നതേനി കേട്ടോ. ഓൻ രാവിലെ ഞാൻ എണീക്കും, പിന്നെ എന്നിട്ട് ഇപ്പച്ചീൻ്റെ അടുത്താണ് കേട്ടോ ഉറങ്ങാം. അങ്ങനെ ഓന് ഉറങ്ങാണ്. അപ്പോൾ എല്ലാവരും നീച്ചപ്പോൾ ഞാൻ പുതപ്പും തലക്കണ്ണിയൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വേണ്ടി പോയതേന്. അങ്ങനെ ഓരോരുത്തരായിട്ട് ചായ എടുക്കാൻ വന്നിക്കുന്നു. അപ്പം ഞാൻ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഉപ്പേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടേനെ, നിങ്ങളിപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല, നിങ്ങൾ ക്ലീനിങ് മാത്രം ആക്കിയത് എന്താന്ന്. ക്ലീനിങ് അധികം നടക്കണമെന്ന് വെച്ചാൽ നമുക്ക് നനച്ചുള്ളി പണി നടന്നുകൊടുക്കുകയാണല്ലോ, അതിൽക്കൂടെ ഓരോ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തുക എന്നാ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുക്കിങ്ങിൽ പിന്നെ ഞാൻ ഇപ്പോൾ ഒരുപാട് വലിയ കുക്കിങ് പുതിയ ഓരോന്ന് പരീക്ഷണങ്ങളൊന്നും നടത്തുന്നില്ലല്ലോ അല്ലാതെ. അതുകൊണ്ടാണ് കുക്കിംഗ് അധികം അങ്ങോട്ട് ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ക്യാരറ്റ് ഉപ്പേരി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഇൻഷാ അല്ലാഹ് ഓരോന്നും കാണിച്ച് തരണ്ട കേട്ടോ. അപ്പം നിയമോള് അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ രാത്രി വേഗം എഴുതാതെ കടന്നുറങ്ങിക്കണ്. അപ്പോൾ രാവിലെ എണീച്ച് ഓളെ എഴുതലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ മദ്രസിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കൂട്ടിക്കണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾക്ക് വെള്ളം തിളപ്പിച്ച് ചൂടാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുപ്പിയിലാക്കണമുണ്ട്. ഓള് അതിൻ്റെ ഒപ്പം അടുക്കളയിൽ നിന്നിട്ടാണ് കേട്ടോ എഴുതണത്. അങ്ങനെ ഓലൊക്കെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം നമ്മുടെ കാര്യസ്ഥന് ഇതാ ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങിക്കണം കേട്ടോ. ഇന്ന് ഇപ്പച്ചിക്ക് ലീവുള്ള ദിവസമാണ്. അപ്പോൾ ഇപ്പച്ചി പെരൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പണികളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതെന്താ എടുക്കണതെന്ന് പോയോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇതുവരെ മറ്റുപോലെ പറഞ്ഞയക്കലൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേനു. അപ്പം ഞങ്ങൾ ഇപ്പച്ചി എന്താ പണിയെടുക്കണതെന്ന് പോയോക്കട്ടെ. അപ്പൊ ഇപ്പച്ചിക്ക് ഇതിന്റെ ഉള്ളില് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളില് കുറച്ച് മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും ഒക്കെ ഉണ്ട്. കുറെ കട്ടകളുടെ പൊട്ടുകളും അങ്ങനെ ഇങ്ങനെ ഒരുപാട് പണി നമ്മൾ ഇതിന്റെ ഉള്ളിൽ എടുക്കലുണ്ട്. പക്ഷെ നാളെ എങ്ങനെയൊക്കെയാ പണി വരുന്നതെന്ന് അറിയില്ല. അപ്പൊ കുഞ്ഞുട്ടി പണിയെടുക്കണോടത്ത് കുറച്ചു നേരം തൊള്ളിയും കാട്ടി നിന്നപ്പോ മൂപ്പര് പറയാണ്, ഇവിടെ നോക്കുകൂലിയൊന്നും കൊടുക്കണില്ല, എന്തെങ്കിലുമൊക്കെ പണി പോയിട്ട് എടുത്തോ, അപ്പുറത്തെ റൂമിലുണ്ട് കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചിടാൻ, അതൊക്കെ കൊണ്ടുപോയി വലിച്ചിട്ടോ എന്ന് പറഞ്ഞാണ്ട് പിന്നെ അതിന് പറഞ്ഞേച്ചിരിക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സിമെന്റ് ചാക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിനി കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ കൊണ്ടുപോയി എടുത്തിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളൊക്കെ നമ്മൾ എത്ര വട്ടം നന്നാക്കിയിട്ട് എന്താ കാര്യം, ഇനിയും നന്നാക്കണം, പിന്നെയും കുത്തിപ്പൊളിച്ചും പിന്നെയും നന്നാക്കണം. ഇത് നമ്മൾ വിചാരിക്കും പോലെയല്ല. പൈസ കൊണ്ട് മാത്രം നമുക്ക് വരെ ഉണ്ടാക്കി വെക്കാൻ പറ്റൂല. നമ്മളെ തടി നല്ലോണം നയിച്ചണം, എന്നെങ്കിൽ തന്നെ നമുക്കൊരു വീടായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിടിച്ചിലും വലുതാണ് മാളത്തിൽ എന്ന് പറയുന്ന പോലെ ഇതിപ്പോൾ എടുത്തതൊന്നുമല്ല, ഇനിയും എടുക്കാൻ ഇഷ്ടം പോലെ പണികൾ കിടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി വേണം. ഇന്നിപ്പോൾ ഞാൻ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഏതായാലും കുഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കൊത്തണവും കളക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അതിനൊന്ന് പിടിച്ച് കൊണ്ടുപോയിടാനൊക്കെ ഒന്ന് കൂടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മളെ പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പം ചോറും കൂട്ടാനും ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അതൊന്നും ഉണ്ടാക്കാതെയാണ് ഈ പണിക്ക് ഇറങ്ങിയത് കേട്ടോ. ജനമോന് പിന്നെ ഞങ്ങൾ എന്ത് പണിയെടുക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ കൂടെ ആ ഒരു പൊടിയും മണ്ണും വെള്ളവും കറിഞ്ഞാണ് ജനമോൻ്റെ വളർച്ച കേട്ടോ. ഒരു കുഞ്ഞി കാറുണ്ട്. അപ്പം ആ കാറുകൊണ്ട് ചുമരുമേലൊക്കെ കുറ്റി കളിച്ചാണ് കേട്ടോ ജനമോന്. ഇവിടെയാണ് കേട്ടോ മണ്ണ് കൊണ്ടുവന്ന് കൂട്ടുന്നത്. ഇവിടെ മണ്ണ് നിരത്തണം. മുകളിൽ നിന്ന് ഞാൻ വാരിട്ടിട്ടില്ലേനോ, അതും ഈ ഒരു അടിക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ മണ്ണ് കിട്ട് നിരത്താനും ഒക്കെ പണിയുണ്ട്. അപ്പം ഞാനവിടെ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ കേട്ടോ. ഏതായാലും കുഞ്ഞുട്ടി പിന്നെ ഒറ്റയ്ക്ക് തന്നെ എടുത്തിടാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പിന്നെ പോന്നിട്ടുണ്ടെങ്കിൽ ചോറും കൂട്ടാനും അതും വേണ്ടേ നമുക്ക് ഉണ്ടാക്കുക. അപ്പം ഞാൻ വേഗം വന്ന് ഇവിടെ തീയൊക്കെ പൊടിപ്പിച്ച് നമ്മുടെ കഞ്ഞിക്കലൊക്കെ അടുപ്പത്ത് കയറ്റിക്കണം കേട്ടോ. അപ്പം നമ്മുടെ
കഞ്ഞിക്കാലത്തിൻ്റെ അടുപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം പൊട്ടി ഇതാ ഒരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ പൊട്ടുന്ന സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര റിസ്കി ടാസ്ക്കാണ് കേട്ടോ. കാരണം ഞാൻ ഇടിപിടിയെന്നില്ലാണ്ട് എടുക്കുന്ന സമയത്ത് പൊട്ടൽ അബദ്ധങ്ങളും ഒക്കെ ഇഷ്ടം പോലെ നടക്കുന്ന ഒരിതാണ്. ഇതിപ്പോൾ എങ്ങനെ പൊട്ടിയതെന്ന് എനിക്ക് തന്നെ അറിയൂല. കണ്ടിട്ട് ഒരു ഇന്നോ ഇന്നലെയോ പൊട്ടിയ പൊട്ടാണേനും. അപ്പോൾ എന്തായാലും ഞാൻ കഞ്ഞിക്കലൊക്കെ എടുത്ത് വെച്ച് കൂട്ടാൻ ഉണ്ടാക്കാനൊരുങ്ങാണ്. ഇതിപ്പോൾ സോയാ ചങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലിടാൻ സമയമായപ്പോൾ തന്നെ സിനിമ കറക്റ്റ് സമയത്ത് വന്ന് അത് കളയാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എങ്ങാനും കളഞ്ഞിക്കണമെങ്കിൽ ഒരു 8 ഒരു 16 പണി അവിടെ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ കഞ്ഞിയും കൂട്ടാനും ഒക്കെ കഞ്ഞി വേഗം തന്നെ വെന്തു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ കൂട്ടാനൊക്കെ ഗ്യാസും ഉണ്ടാക്കിയിട്ടുണ്ടേനു. അപ്പോൾ വേഗം കഞ്ഞിയും കൂട്ടാനും ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് ഇന്നിവിടെ വേറൊരു പണിയുണ്ട് കേട്ടോ. അപ്പം ഞാനിന്ന് അവിടെ പുതിയ പേരിൻ്റെ ഉള്ളിൽ അടിച്ചു വരാനും നന്നാക്കാനൊന്നും നിൽക്കാഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ദാ ഇവിടെ ഒക്കെ ആ ചമ്മലൊക്കെ കൂട്ടിയിട്ടിട്ടില്ലേന് അന്ന് ഞാൻ അടിച്ചു വാരി കൂട്ടിയതൊക്കെ കുഞ്ഞുട്ടി കത്തിച്ച് തന്നിട്ടുണ്ടേന് കേട്ടോ വൈകുന്നേരം. പിന്നെ ഞാൻ ആ ചുള്ളലൊക്കെ അവിടേക്ക് മാറ്റിയിട്ടിക്കണ്. അപ്പം എന്നോട് ചോദിക്കലുണ്ടേ നിങ്ങൾ ഏത് ക്യാമറയിലാണ് വീഡിയോ എടുക്കലെന്ന്. ക്യാമറ അല്ല കേട്ടോ, ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കൽ. ഓപ്പോ F21 Pro ആണ് കേട്ടോ എൻ്റെ ഫോൺ ഉള്ളത്. 2-3 വർഷമായിട്ട് എൻ്റെ കൂടെ കൂടിയ ഫോണാണ്. അപ്പം ഞാൻ ആ ഫോണിലാണ് വീഡിയോസ് എടുക്കൽ. പകൽ വെളിച്ചത്തിൽ നല്ല ഉഷാറാണ് കേട്ടോ ക്യാമറ എടുക്കാൻ, വീഡിയോ എടുക്കാൻ നല്ല ക്ലിയർ ഉണ്ട്. രാത്രി വെളിച്ചമില്ലാതെ ആകുമ്പോൾ ക്ലിയർ ഉണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ റിം ലൈറ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രാത്രിയിൽ അധികം ലൈറ്റ് ഇല്ലാതെ വീഡിയോ കാണല് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് കുറച്ചൊരു നൊടിയന്തരപ്പണി ഉണ്ട്. എന്താ വെച്ചാൽ അവിടെ കുറച്ച് ഉണങ്ങിയ ചുള്ളലുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള മരങ്ങളൊക്കെ മുറിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഉണങ്ങിയ ചുള്ളൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് എന്നോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ താത്ത. അപ്പം ഞാൻ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലയൊക്കെ ഒന്നും ഇങ്ങനെ കുടഞ്ഞിട്ട് എടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി. അപ്പം ഞാനത് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നോമ്പാകുമ്പോഴത്തേന് നമുക്ക് വറകും പണി ഒന്നും എടുക്കലൊന്നും നടക്കൂലല്ലോ. ചുള്ളലൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് പത്തിരി ചുടാനൊക്കെ ഉഷാറാണല്ലോ. കൊണ്ടുവന്ന് ഇങ്ങനെ അടുത്തേക്ക് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ പോലത്തിന് ഉള്ളതൊക്കെ റെഡിയാക്കി വെക്കാം. കമൻറ്റ് ബോക്സിലേ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഓരോ കമൻസാണേ ഇത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, എന്ത് പണി ചെയ്യാനും മടിയില്ല എന്നൊക്കെ ഉള്ളത്. അതൊക്കെ വെറുതെ കേട്ടോ. എനിക്ക് എല്ലാവരും പോലെ മടിയൊക്കെ എനിക്കും വരലുണ്ട്. പക്ഷേ മടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദിവസം ഇങ്ങനെ എല്ലാത്തിനും മടി നാളെ ആവട്ടെ അങ്ങനെ നീട്ടി വെക്കലില്ല കേട്ടോ. മടിക്ക് വേണ്ടി ഒരു 1-2 ദിവസമൊക്കെ നമ്മൾ മാറ്റി വെക്കുക. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് എല്ലാം എടുക്കാനൊരു മടിക്കാരം. ആ ദിവസം നമ്മൾ അധികം പണികളൊന്നും ചെയ്യാതെ ആ ഒരു മടിൻ്റെ ആ ഫ്ലോവിനനുസരിച്ച് അങ്ങനെ പോയാൽ മതി പണികളൊക്കെ. പക്ഷേ പിറ്റേത്തെ ദിവസം നമ്മൾ രാവിലെ തന്നെ ഇന്ന് ഞാൻ നല്ല കുട്ടിയായിട്ട് എല്ലാ പണിയും ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് നമ്മൾ അങ്ങോട്ട് രാവിലെ തന്നെ അങ്ങോട്ട് വിചാരിച്ചാൽ അപ്പം നമ്മളെ ബ്രെയിനും നമ്മളൊപ്പം നിൽക്കും. അത്രേ ഉള്ളൂ. നമ്മളെല്ലാത്തിനും ഒരാൾ ചെയ്ത് തരട്ടെ അല്ലെങ്കിൽ നാളെ ആവട്ടെ അങ്ങനെ ഓരോ എക്സ്ക്യൂസ് നമ്മൾ കണ്ടെത്തും തോറും നമ്മളെ മടി മാറൂല കേട്ടോ. പിന്നെ ഈ പറയുന്ന ഞാനും മടിയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ദിവസം അടുപ്പിച്ച് വീഡിയോ അല്ലെങ്കിൽ നിങ്ങളപ്പം മനസ്സിലാക്കിക്കൊണ്ടി മടിച്ചിട്ടാണ് എന്നുള്ളത്. പക്ഷേ ആ 1-2 ദിവസം മാത്രമേ ഞാൻ ആ മടിക്ക് വിട്ടുകൊടുക്കുള്ളൂ കേട്ടോ. 3-ാമത്തെ ദിവസം ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ എനർജറ്റിക് ആക്കിയിട്ട് എടുക്കും കേട്ടോ. നമ്മൾ മടിച്ചിരുന്നാലേ ഒന്നും നടക്കൂല. നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരാളും ചെയ്തു തരൂല എന്നങ്ങോട്ട് വിചാരിച്ചാൽ മതി. അപ്പം നമുക്ക് പെരയിൽ എന്ത് പണിയെടുക്കാനും മടി ഉണ്ടാവില്ല. അപ്പം ഞാനും മടിച്ചിരിക്കാതെ വേഗം നനച്ചുള്ളിപ്പണികളൊക്കെ ചെയ്ത് തീർത്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.